അതേസമയം MG യൂണിവേഴ്സിറ്റി 3-time യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ കൂടിയാണ്. Give him a big hand. Hello, check. Hello. നമുക്ക് ജന്മം തന്ന മാതാവിനെയും നമ്മളെ നാമാക്കിയ പിതാവിനെയും ആദ്യാക്ഷരം മനസ്സിൽ കുറിച്ചു തന്ന ഗുരുക്കന്മാരെയും ഇതിനെല്ലാത്തിനും സാക്ഷിയായ സർവേശ്വരനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇപ്പൊ നിങ്ങളുടെയൊക്കെ മുഖം കണ്ടാലുണ്ടല്ലോ, പണ്ട് ദൂരദർശനം വയ്ക്കുമ്പോൾ 1947 में गांधी पैदा हुआ हूं. ഒരു കാര്യം പറഞ്ഞേക്കാം. ഏതൊരു കൊച്ചു മാത്രം ചിരിച്ചത് ആരാ? അല്ല, ഈ അങ്ങനെ ചിരിച്ചത് നമ്മൾ കുറച്ച് നേരത്തേക്ക് പിള്ളേരാ, അത് മനസ്സിൽ വിചാരിച്ചേക്കണം. ഇതിനകത്ത് നമ്മൾ വലിയ മസിൽ പിടിക്കേണ്ട ഏറടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തുടങ്ങാം. ആ ഒരു ചേട്ടന് വേണ്ടി മാത്രമാണോ നിങ്ങൾക്ക് വേണ്ടേ? ഒന്നങ്ങടെ നിങ്ങൾ കൈ രണ്ടും കൂടി ഒന്ന് കൂട്ടിയടിച്ച് കേക്കട്ടെ. കുറച്ചും കൂടി കലക്കി. ഈ പവർ, ഈ പഞ്ച് നമ്മൾ ഒരു 10-20 മിനിറ്റത്തേക്ക് പിടിച്ചു നിർത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകണുള്ളൂ. റെഡിയല്ലേ? അപ്പോഴേ അങ്കിളെടുത്ത് ഞാൻ പറഞ്ഞതാ, അങ്കിളെ ഊണൊക്കെ പരിപാടി കഴിഞ്ഞിട്ടേ കൊടുക്കാവൂ. കാരണം ഊണ് കഴിഞ്ഞ് സാധാരണ നമുക്ക് എല്ലാവർക്കും ഉറക്കം വരും. ഞാൻ അപ്പുറത്തുനിന്ന് ചെയ്ത് നോക്കിയിട്ട് ഒച്ചയൊന്നും പുറത്തു വരില്ല, കാരണം നല്ല ഫുഡായിരുന്നു. അനിലേട്ടന് സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ ഇവിടെ നിന്നിട്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അനിലേട്ടൻ്റെ ഭാര്യ കൈയടിച്ചത് അല്ലേ? ഓ ഇങ്ങനെ സോറി, ആള് മാറിപ്പോയതാണ്. നമ്മുടെ ഡോക്ടറായിരുന്നു. ഇതിന് ഡോക്ടറുടെ പാട്ടില്ലേ, അതിന് വേറെ കൈയടിപ്പഴേ കൊടുത്തേര് എൻ്റെ വക. ഓക്കെ, ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ക്ലിയർ ചെയ്തേക്കാം. തികച്ചും ശബ്ദാവിഷ്കരണത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് സൗണ്ട് എഫക്ട്സ് മാത്രം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ചെറിയ ഐറ്റം. ഒരുപാട് നേരമൊന്നും കേട്ടോ, കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷെ അത് ആ ഒരു പഞ്ച് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കണം. ഇതിന് ഞാനും നിങ്ങളെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു യാത്ര പോകണ പോലെ ഒരു കുറച്ച് നേരം ചിരിക്കാനും കൈയടിക്കാനും ആ ഒരു കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കാനുള്ള ഒരു സമയം. റെഡി? യെസ്. ഈ അങ്കിള് വരാൻ വേണ്ടി ഇത്ര നേരം ഇങ്ങനെ വാചകടിച്ച് നീട്ടിയതാണ്. ഇനി മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു 70-80 കാലഘട്ടങ്ങൾ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിത്രം, കിലുക്കം, ഒരു 2-3 സിനിമയുടെ പേര് പറഞ്ഞു ആ സമയത്ത്. ഹിസ് അബ്ദുള്ള, അതാരാണ്? പേടിച്ചു ഞാൻ ചോദിക്കേ. കിലുക്കം, നാടോടിക്കാറ്റ്, പിന്നെ തൂവാനത്തുമ്പികൾ. ഇതിന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അമരം ആരും കണ്ടിട്ടില്ല അല്ലേ? അങ്ങനെ മമ്മൂട്ടിയുടെ 2-3 സിനിമ കൂടി പറഞ്ഞേ. ഞാൻ വേണ്ട മതില്. ആ പുള്ളി ഓടി മതിലിന്റെ അപ്പുറത്തേക്ക്. ആ ചേട്ടൻ ഒന്ന് കാണിച്ചു, ഒന്ന് കൈയടിക്കാനാ. എവിടെ ഒന്നും ചെയ്യില്ല ഞാൻ. ഷിനോജ് ചേട്ടൻ കൈയടി. നല്ല സിനിമയാണ് അല്ലേ? ഓക്കെ. അപ്പോഴത്തെ കാലത്ത് ഇത് ഷിനോജ് കേട്ടോ, പേടിച്ചു പോയി. ആ കാലഘട്ടത്തില് ഒരു സിനിമയുടെ തുടക്കം തികച്ചും ശബ്ദാവിഷ്കരണത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് തികച്ചും സൗണ്ട് എഫക്ട്സിൽ ഒരു പ്രിയദർശന്റെയോ അല്ലെങ്കിൽ കിലുക്കം പോലുള്ള ഒരു സിനിമയുടെ തുടക്കം ശ്രദ്ധിച്ചു.
നല്ല സുന്ദരമായ കുറെ സിനിമകൾ ഉണ്ടായിരുന്നു നമുക്ക് മലയാള സിനിമയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇംഗ്ലീഷ് സിനിമയാണെങ്കിലോ അതിനൊരു ട്രailer-ആണ് നമ്മൾ കാണുന്നത്. ഒരു യൂട്യൂബിൽ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ട്രailer കാണും. Watching such a century was there. ആ സിനിമയുടെ സംവിധായകന് പോലും മനസ്സിലാക്കിയിട്ട് എന്തായിരുന്നു സംഭവം. പിന്നെയാണ് എൻ്റെ ഇങ്ങനെ കാര്യം അല്ലേ. പിന്നല്ല ഇത്ര ആയതിലേക്ക് ഇനി കുറച്ച് സിനിമാ താരങ്ങളാവാം അല്ലേ. ആ എവിടെ അത് ആരാ മനസ്സിലായില്ലല്ലോ. മലയാള സിനിമയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ചില സൗണ്ടിൽ പ്രത്യേകിച്ച് മിമിക്രിക്കാർ ചെയ്യുമ്പോൾ ആ സൗണ്ട് ക്യാരക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നോട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ജനാർദ്ദനൻ പണ്ട് കാലത്ത് മിമിക്രിക്കാരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പഴയ സൗണ്ടായിരുന്നു. അത് പിന്നീട് മാറി വേറെ രീതിയിലേക്ക്. ഇതാ ആ ജനാർദ്ദന്റെ പഴയതും പുതിയതും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ചെറിയ ഭാഷ. എന്തപ്പെട്ട കർത്താവ് റബ്ബനെ കൊണ്ട് തോറ്റു. അതുപോലെ തന്നെ അത് ഈ ഓരോരുത്തർ കണ്ടുപിടിക്കുന്ന രീതിയിൽ തന്നെ വ്യത്യാസമാണ്. ഇപ്പൊ ചില നടന്മാരെ ഇപ്പം പറഞ്ഞ പോലെ ജനാർദ്ദനാണെങ്കിൽ അത് പറഞ്ഞാലേ മനസ്സിലത് ജനാർദ്ദനാണ്. എന്തിനാണ് അങ്ങനെ ഇതുവരെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. പക്ഷേ അതേപോലെ വേറൊരു നടനുണ്ട്. ഈ നടൻ മൂളിയാ മതി ഇന്ന നടനാണെന്ന് മനസ്സിലാവും. പഴയ നടനാണ്, പഴയകാല വില്ലനാണ്. ഗസ് ചെയ്യണോ? നമ്മളങ്ങനെ ബലമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ സ്വഭാവത്തിലല്ല ഫേസ് കട്ടില് നമ്മുടെ PS അങ്ങളുടെ ഒരു ശായകൻ. ശ്രദ്ധിച്ചോ? ഉമ്മ മൂളെ മഹേശ്വരി മര്യാദയ്ക്ക് നീ ഇങ്ങോട്ട് വരുന്നതാണ് നിനക്ക് നല്ലത്. നീ വരുന്നു അതോ സൗണ്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. പല നടന്മാരുടെ സൗണ്ട് മാറി കയറി പോകും. പക്ഷേ ചെറുപ്പം തൊട്ട് ഇപ്പോഴും ഒരേ സൗണ്ടുള്ള ഒരു നടനുണ്ട് മലയാള സിനിമയിൽ. കാര്യ നിസ്സാരത്തിലുണ്ടായിരുന്ന പയ്യനായിട്ട് നമ്മുടെ ഏതാ അല്ല എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പറഞ്ഞിട്ട് പൊക്കൂടെ തമാശ കേട്ടാ. നമ്മുടെ ബൈജു ഇപ്പോഴും പഴയതും പൂച്ചക്കരി മൂക്കുത്തിനൊക്കെ ഉള്ള സൗണ്ട് എന്ന് പറഞ്ഞതും ഇപ്പൊ നോക്കിയാലും സെയിം സൗണ്ടാണ്. ഇങ്ങനെ അവന്റെ പൊന്ന ചേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 ദിവസം ക്ലാസ്സിൽ പോയില്ലാൻ വേണ്ടി ഒരു കോപ്പും കൊടുത്തിട്ടില്ല. പക്ഷെ തോട്ടത്തിൽ പറഞ്ഞു പറയുമ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിലല്ലോ ആമ്പിള്ളേരടിച്ചുണ്ട് കേട്ടോ. പിന്നൊരു കാര്യം ചേച്ചിനൊന്ന് നോക്കിയത് ഇനി വരുന്നു മലയാള സിനിമയിൽ ഇതേപോലെ തന്നെ സൗണ്ട് നമ്മൾ പൊട്ടേന്ന് വെക്കുന്നു. പിന്നീട് നമ്മുടെ മുമ്പിലേക്ക് കയറി വരുന്നു. ശരിക്കും സൗണ്ട് കൊണ്ട് മാത്രം മിമിക്രിയിൽ നിന്നും വന്ന് ഒരു കാലത്ത് വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന നമ്മുടെ ഒരു NF വർഗീസ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? NF വർഗീസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ NF വർഗീസിന്റെ സിനിമ ചേട്ടപ്പാ NF വർഗീസിന്റെ സിനിമ പറഞ്ഞേ കഷ്ടം. ലേലം, പത്രം, പിന്നെ ആകാശദൂത്. അന്തരത്തിലുണ്ടോ? ഇണ്ടോ തമാശ അല്ല അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. ഇയാളെ 2 ഫോട്ടോയിൽ വെച്ച് എല്ലാവരും കാണാം. ഒരു കാര്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് അല്ലെങ്കിൽ പോ മോനെ കടയാടി. ഇനി നമ്മൾ പോകുന്ന നടന്മാരെന്ന് പറയുമ്പോൾ ഞാൻ മറന്നുപോയി.
നമ്മുടെ കോഴിക്കോടൻ ശൈലി കൊണ്ട് മാത്രം മിമിക്രിക്കാരുടെ ഇടയിൽ പിടിച്ചു തരുന്നത് മാമുക്കോയ. അച്ഛന്റെ മോനെ ഷേപ്പാട്ട് പോലെ അപ്പോഴേ പറഞ്ഞില്ലേ ഇത്രയും നമ്മൾ നടന്മാരെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് കുറച്ച് സംവിധായകരിലേക്ക് പോകാം. സംവിധായകർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് ആ ഒരു പച്ചപ്പും ഏത് പാട്ട് എന്തെടുത്ത് നോക്കിയാലും ഒരു പച്ചപ്പും ഒരു ഗ്രീനറിയും അങ്ങനെ എല്ലാം ഉള്ള ഒരു ആ ഒരു സിനിമയുടെ സംവിധായകൻ ശ്രീ ലാൽ ജോസ്. ഗ്രഹാതിരത്വം വളർത്തുന്നൊരു സിനിമ. എന്റെ സിനിമ ഞാൻ ഉദ്ദേശിക്കുന്നത് തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ശരിക്കും സന്തോഷമായിട്ട് പോണ ഒരു ഫാമിലി. അതായിരിക്കണം ഒരു മലയാള സിനിമ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംവിധായകനുണ്ട് ശ്രീ വിനയൻ. വിനയന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയൻ എപ്പോഴും വ്യത്യാസങ്ങൾ മാത്രം, എന്തെങ്കിലും പുതുമ മാത്രം നോക്കുന്ന ഒരു മനുഷ്യനാണ്. ശ്രീ മാക്ടിയുടെ ചെയർമാൻ വിനയൻ. എനിക്ക് തോന്നുന്നു തികച്ചും വ്യത്യസ്തമായ സിനിമയായിരിക്കും പുതിയ മലയാള സിനിമ പറയുന്നത്. കാലി വാടിനത്തൊരു ദിനോസറും കൈ വാടിനത്തൊരു ദിനോസറും തമ്മിൽ വഴക്കിടുകയും അവർ തമ്മിൽ പിണങ്ങിയതിനു ശേഷം കണ്ണു കാണാൻ പറ്റാത്ത മൊത്തത്തിൽ തത്തമ്മ ഇവരെ എടുത്തു വളർത്തുകയും ചെയ്യുന്ന ഒരു സിനിമ. അതായിരിക്കും എന്റെ പുതിയ മലയാള സിനിമ എന്ന് ഞാൻ പറയുന്നത്. താങ്ക് യു. ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് സൗണ്ടിലേക്ക് പോവാം. അതിന് മുമ്പ് ഒരൊറ്റ സെക്കൻഡ്. തനിയാവർത്തനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ നമ്മൾ ചെയ്യണത് ഫ്ലൂട്ട്, പിന്നെ മൃദംഗം, ഗടം, മോർസി, ഇതും കൂടി എല്ലാം കൂടിയുള്ള ഒരു തനിയാവർത്തനം. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ആഗ്രഹമാണ്. ഇപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സൗണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്, നമ്മളിങ്ങനെ വലുതായിട്ടൊന്നും വേണ്ട. അത് ഇപ്പൊ ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു എന്നൊക്കെ ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടും പാടും ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ആർക്കും ഇങ്ങനത്തെ ഒരു സൗണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പാടുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. കലക്കി. ഓക്കെ അല്ലേ? അത് ഈ സൗണ്ട് നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്ത് വിടുക. ബ്രേക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള തവളയില്ലേ, ഇതേ ഇങ്ങനെയോ? ശരിയല്ലേ? കുറേശ്ശെ ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണോ? ഇച്ചിരിയും കൂടി ആവാം. എന്നാലും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അത് ഒന്ന് കൈയടിക്കുന്നത് എന്താണ്ടോ ചില ആളുകളുടെയൊക്കെ മുഖത്ത് നോക്കുമ്പോണ്ടല്ലോ, എന്താണ്ടോ മോർഗേജ് ഞാൻ എൻ്റെ ഒരു പൈസ തന്നിട്ട് ഞാൻ അടയ്ക്കാത്ത പോലെയാണ്.
ഇതൊക്കെ അവനവൻ തന്നെ അടയ്ക്കണം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ഇതിനൊക്കെ? ഇനി നമ്മൾ ആ സൗണ്ട് കേട്ടില്ലേ, അത് ഇച്ചിരി കൂടെ നീട്ടി വിട്ടു കഴിഞ്ഞാൽ അവർ ഡോറ് തുറക്കുന്ന സൗണ്ടായി. ഡോറ് തുറന്നു. ഇത് തന്നെ ഇച്ചിരി കൂടി ആ ലാസ്റ്റ് എന്നുള്ളതില്ല, ഒന്ന് ഇത്രയും കൂടി ടൈറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു കാറ് വന്ന് ബ്രേക്ക് ഇടലായി. സിമ്പിളാ. ഇത് ഇത്തിരി കൂടി നീട്ടി വിട്ട് കഴിഞ്ഞാൽ കുതിരയുടെ കുളമ്പടി പോട്ടെ, അത് സിമ്പിൾ, അത് കേട്ട് നോക്കാം. കുതിരയുടെ സൗണ്ട് ഇല്ലേ, ഇത് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ സിനിമകളിലൊക്കെ വന്ന അങ്ങനെയല്ലായിരുന്നു. പണ്ടത്തെ ടിപ്പു സുൽത്താന്റെ സിനിമയില് അത് ഇത്തിരി കൂടി സ്ട്രെയിൻ എടുക്കണം കേട്ടോ, മറ്റേ അത്ര എളുപ്പമല്ല. അത് ഇതെടുക്കാന്നുണ്ടെങ്കിൽ ആടിനെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ അവിടുന്ന് തുടങ്ങിയിരുന്നത്. ഇവിടെ വരെ എത്തിയില്ലേ? ഇനി കുതിരയുടെ നമ്മൾ പറഞ്ഞു നിർത്തിയതാ. കുതിരയുടെ കുളമ്പടി നോക്കിക്കോ, അത് ആർക്ക് കൊടുക്കും, ഏത് കൊച്ചിനും കൊടുക്കും. ഒന്ന് നോക്കണോ? സിമ്പിളാ. ഇത്തിരി നമുക്കിപ്പോ സിനിമയിലൊക്കെ വന്നു കഴിയുമ്പോ ഇത്തിരി കൂടി മറ്റൊരു കുറെ കുതിരകൾ പോയി കഴിയുമ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ ആദ്യത്തെ കുതിരയും മൂളിപ്പാട്ടും കൂടി സുന്ദരമായിട്ട് ചെയ്യും. രണ്ട് സൗണ്ട് ഒരുമിച്ച്, ഒരു കുതിരയും മൂളിപ്പാട്ടും കൂടി. ഒരു കുതിരപ്പുറത്ത് പാടിക്കൊണ്ട് പോലെയാണെന്ന് വിചാരിച്ചു. അല്ലേ? അത് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്തിന്റെ സൗണ്ടാണ് വേണ്ടത്? നിങ്ങൾക്ക് ഓപ്ഷൻ എടുക്കാം, നിങ്ങൾക്ക് പറയാം എന്ത് സൗണ്ട് വേണമെന്ന്. ഞാൻ ശ്രമിച്ചു നോക്കും, ഉറപ്പ് പറയണില്ല. എനിക്ക് തോന്നി നല്ല പണി നാട്ടിൽ കിട്ടണത് ഇവിടെ ഒന്നും മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ചേട്ടൻ ആരാ പറഞ്ഞത്? ചേട്ടനാണോ? ഒറ്റയ്ക്ക് ഇരിക്കോ കൂട്ടുകാരനായിട്ട്? എങ്ങനെ പണി കൊടുക്കുമെന്ന് വിചാരിച്ചോണ്ട്. മോഹൻലാലിന്റെ സാധാരണ ഞാൻ ചെയ്യാറില്ല. എന്നാലും പണ്ടത്തെ കാലത്ത് മോഹൻലാലിന് പ്രത്യേകത ഉണ്ടായിരുന്നു. 70s 80s കാലഘട്ടത്തിലെ മോഹൻലാല് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അത് പിന്നീട് മാറി മാറി. എന്താണോ ഇത് ചൂടാ, തനിക്കൊന്നും നന്നായിക്കൂടെ? ഒരുപാട് വയസ്സായി കഴിഞ്ഞു. അത് നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. പിന്നെ ഇവിടെ വന്നതിനും ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിനും ഇങ്ങനെ ഒരു അവസരം തന്നതിനും അങ്കിളിനോടും നിങ്ങളോടും എല്ലാവരുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. താങ്ക് യു സോ മച്ച്.